അതിന്റെ ആൻസർ ഇട്ട് തരാം, സംശയം ഉള്ളവർക്ക് പറഞ്ഞും തരാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കണം. 4 ക്വസ്റ്റ്യൻ എഴുതിയുള്ളതെങ്കിലും ബാക്കി 2 ക്വസ്റ്റ്യനോട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. മാത്സിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്തോറുമാണ് നമ്മൾ പഠിച്ചു പോകുള്ളൂ. ഇന്നലെ നമ്മളൊരു ഇക്വേഷനിലെ പഠിച്ചോളൂ. ആ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസും അല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇക്വേഷൻ ഒന്ന് പറയാമോ? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ആൻ n-sided polygon is എന്നാ നമ്മൾ പഠിച്ചു വെച്ചത്? n-2 into 180. n-2 into 180. അപ്പൊ n എന്ന് പറയുന്നത് ആ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോ ഏത് പോളിഗണിന്റെയും നമ്പർ ഓഫ് സൈഡ്സ് തന്നാൽ നമുക്ക് അതിന്റെ സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് തന്നാൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനും നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തു. ഇനി ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഹോംവർക്ക് ചെയ്യാൻ കിട്ടിയോ എല്ലാവർക്കും? ആ, നമുക്ക് നോക്കാം കേട്ടോ. കയറിയവരെല്ലാവരും ചാറ്റ് ബോക്സിലെ പേര് ടൈപ്പ് ചെയ്തിടണം കേട്ടോ. ജോൺസൺ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? പേജ് നമ്പർ 49-ലെ സെക്കൻഡ് പ്രോബ്ലം ആയിരുന്നു ഞാൻ ഹോംവർക്ക് പറഞ്ഞതല്ലേ? അതെ ടീച്ചർ. ആ പ്രോബ്ലം, the sum of the angles of a polygon is 8000 degree. How many sides does it have? അപ്പൊ ഒരു പോളിഗണിന്റെ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 8100 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ടെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ അഭിരാമി, ആൻസർ കിട്ടിയോ? അഭിരാമി, അലുവിന് ആൻസർ കിട്ടിയാലോ? കിട്ടിയായിരുന്നു ടീച്ചർ. പിന്നെ നോക്കിയപ്പോഴാ സംഖ്യ മാറിപ്പോയി ഞാൻ എടുത്തത്. സംഖ്യ മാറിപ്പോയോ? എണ്ണായിരത്തി ഒരുപോലെ ഞാൻ 1800 എഴുതി വന്നപ്പോ. ഇപ്പൊ പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചോ കേട്ടോ. പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചോ. ആഷ്ന മോൾ കിട്ടിയ? ആഷ്ന, ഷെറിന് കിട്ടിയോ? ഷെറിനെ
ടീച്ചറെ ചെയ്തില്ല ടീച്ചറെ. ചെയ്തില്ല. ടീച്ചർ എനിക്ക് കിട്ടി. പറഞ്ഞോ എടുക്കാൻ. 47 കേട്ടോ. 47 സൈഡ്സ് ആണ് ആ പോളിഗൺ ഉള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒത്തിരി പേർക്ക് ചെയ്ത് കിട്ടാത്തതുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ സം ഓഫ് ദി ആംഗിൾസ് equal to 8,100 degree. Sum of the angle is equal to 8,100 degree. ഇനി നമുക്ക് സം ഓഫ് ദി ആംഗിൾസിന്റെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ എന്നാ പിള്ളേരെ പഠിച്ചു വെച്ചേക്കുന്നേ? സം ഓഫ് ദി കേൾക്കാമോ? ഞാൻ പറയുന്ന കേൾക്കാമോ എല്ലാവർക്കും? ആംഗിൾസ് ഓഫ് ആൻ എൻ സൈഡഡ് പോളിഗൺ ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? n-2 into 180 degree. n-2 into 180 degree is equal to 8,100 degree. ഇനി നമുക്ക് n ആണ് നമ്പർ ഓഫ് സൈഡ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ n-2 അവിടെ ഇട്ടിട്ട് ബാക്കി ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്ത് വരും? 8100 ഡിവൈഡഡ് ബൈ 180. അതായത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിക്കുറച്ചാൽ മതി. 8100നെ 180 കൊണ്ട് ഒന്ന് വെട്ടിക്കുറച്ച് നോക്കാം. നോക്കിയേ, 8100 ഡിവൈഡഡ് ബൈ 100. അപ്പോ ഈ 0 കൂടെ നമുക്ക് ആദ്യം വെട്ടിക്കളയാം. അത് കഴിഞ്ഞിട്ട് മുകളിലത്തത് 810 എന്ന് പറയുന്ന ഏത് സംഖ്യ? ഇരട്ട ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഈവൻ നമ്പർ. 810 ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഈവൻ നമ്പർ. 18 ഏത് നമ്പറാ? ഈവൻ ആണോ ഓഡ് ആണോ? ഈവൻ നമ്പർ. ഈവൻ. അപ്പൊ മുകളില് ഈവൻ നമ്പർ ആണ് കിടക്കുന്നത്, താഴെ ഈവൻ നമ്പർ ആണ് കിടക്കുന്നത്. അപ്പൊ ഈവൻ നമ്പറിനെ എല്ലാം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ നമ്പറിനെ 810നെ നിങ്ങൾ 2 കൊണ്ടൊന്ന് വെട്ടിക്കേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടിയെന്ന് നോക്കിയേ. 810നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര വരും? ടീച്ചറെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണാമോ? കാണാം. അപ്പൊ ഒന്ന് പറഞ്ഞേ, 810നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര വന്നു എന്ന് അവിടെ തന്നെ വെച്ച് വെട്ടിക്കുറച്ചേ. 45. 8ല് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യം അല്ലെ? ഇനി 1 അടങ്ങൂല. അപ്പൊ നമ്മള് 0 കൊടുത്തിട്ട് 10 എടുക്കണം. അത് ശ്രദ്ധിച്ചോണോ കേട്ടോ. അപ്പൊ 8ല് 2 4 പ്രാവശ്യം ഉണ്ട്. 1ല് നമ്മുടെ ഈ 2 അടങ്ങത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? 10 എടുക്കണം. 10 എടുക്കുന്നതിന് മുമ്പ് മുകളിൽ 0 കൊടുക്കണം. 10ല് 2 എത്ര പ്രാവശ്യം അടങ്ങും? 5 പ്രാവശ്യം. 405 ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? കിട്ടിയോ? ഇനി 18ല് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 18ല് 9. 18ല് 2 9 പ്രാവശ്യം ഉണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന 405നെ നമുക്ക് ഈ പറയുന്ന 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം.
വെട്ടിക്കുറച്ച് 405നെ 405നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയേ. എത്ര ആൻസർ വന്നേ? 45. 45. അപ്പൊ ഇതുപോലെ വെട്ടിക്കുറയ്ക്കുവാണ് നിങ്ങൾക്ക് എളുപ്പം കേട്ടോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുകളിലും താഴെയും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ 2 കൊണ്ട് വെട്ടാം. അപ്പൊ 2 കൊണ്ട് വെട്ടി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നത്. ഇവിടെ എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 9 ഈ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനെ 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 കൊണ്ട് വെട്ടാം. അപ്പൊ നമ്മുടെ ആൻസർ n-2 is equal to 45 എന്ന് കിട്ടി. ഇനി എങ്ങനെ ഇതിന്ന് n കണ്ടുപിടിക്കുന്നേ? n is equal to എങ്ങനെ കണ്ടുപിടിക്കാം? 45 plus 2. 45 minus 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ +2. അപ്പൊ n is equal to എത്ര? ടീച്ചർ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കാണാമോ? കാണാം ടീച്ചർ. അപ്പൊ എങ്ങനെയാന്ന് ഒന്നൂടെ പറയാം, ശ്രദ്ധിച്ചോ. സം ഓഫ് ദി ആംഗിൾസ് 8100 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സം ഓഫ് ദി ആംഗിൾസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. n-2 into 180 is equal to 8100. ഇനി അതിൽ നിന്ന് n-2 കണ്ടുപിടിക്കണം. അപ്പൊ ഇൻറ്റു 180 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഡിവൈഡഡ് ബൈ ആയി മാറും. നമുക്ക് 8100 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടും. ഇതിനെ വെട്ടുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് n-2 is equal to 45 എന്നാണ് കിട്ടുന്നത്. n is equal to 45 plus 2 n is equal to എത്രാന്ന് വരും? 47 നമ്മുടെ ആൻസർ വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചർ. ഓക്കെ, ഇനി അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 50. പേജ് നമ്പർ 50 എടുത്തേ. അതിലെ ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിയേ. തേർഡ് പ്രോബ്ലം ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് പോളിഗൺ 1600. ഹൗ അബൌട്ട് 900? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഏതെങ്കിലും പോളിഗണിന്റെ സം ഓഫ് ദി ആംഗിൾസ് 1600 ആവുമോ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതില് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിച്ചാൽ പോരെ. നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം 1600 സം ഓഫ് ദി ആംഗിൾസ് ഉള്ള ഒരു പോളിഗൺ ഉണ്ടെന്ന് പറയാം. അതേസമയം ഈ പറയുന്നതിനെ പോയിന്റ് ഇട്ടത് എങ്ങനെയാ കിട്ടുന്നതെങ്കിൽ ഇത്രയും സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 47.5 സൈഡുള്ള പോളിഗൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഈ പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളിൽ ഏതെങ്കിലും ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പോയിന്റ് ഉള്ള സംഖ്യയോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പറോ ഡെസിമൽ നമ്പറോ ഇതൊന്നും നമുക്ക് കിട്ടിയാൽ ശരിയാവത്തില്ല. then the number of sides should be a natural number. കേട്ടോ. അപ്പൊ ആ തേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിക്കുക എല്ലാവരും. ഇപ്പൊ ഞാൻ ചെയ്ത പ്രോബ്ലത്തിന്റെ നോട്ട് ഇട്ടേക്കാം കേട്ടോ. ചെയ്യാത്തവർക്ക് വേണ്ടി നോട്ട് ഇട്ടേക്കാം. തേർഡ് പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600. ക്വസ്റ്റ്യൻ എഴുതട്ടോ. ഹൗ അബൌട്ട് 900? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി ടീച്ചർ.
ഇനി അതൊന്ന് ചെയ്ത് നോക്കിക്കേ. ആദ്യം ഇതുപോലെ തന്നെ വഴി എഴുതുക കേട്ടോ. ഈ എഴുതി തന്നതുപോലെ തന്നെ വഴി എഴുതുക. അതില് ഈ കിടക്കുന്ന സം ഓഫ് ദി ആംഗിൾസ് ഈ നമ്പേഴ്സിന് മാത്രമേ മാറ്റം വരുള്ളൂ. അഡോണിസ് ചെയ്ത് കഴിഞ്ഞോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? നമ്പർ ഓഫ് സൈഡ്സ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടിയോ? ഇനി എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചേ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. സം ഓഫ് ദി ആംഗിൾസ് 1600 ആണ്. സം ഓഫ് ദി ആംഗിൾസിന്റെ ഇക്വേഷൻ n-2 into 180 is equal to 1600. n-2 കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1600 നിന്ന് 180 അങ്ങ് ഡിവൈഡ് ചെയ്യും. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തൊന്ന് നോക്കാം. 1600 ഡിവൈഡഡ് ബൈ 180. ആദ്യം 0 ഉള്ളതുകൊണ്ട് നമുക്ക് 0 ഇനി ഇവിടെ 160 കിടക്കുന്നു, ഇവിടെ 18 കിടക്കുന്നു. ഈ രണ്ട് നമ്പേഴ്സും ഏത് നമ്പേഴ്സാ? ഈവൻ ഓർ ഓഡ്? ഈവൻ. ഓക്കെ. അപ്പൊ നമുക്ക് 116നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര വരും ആൻസർ? 18 കിട്ടി. അതുപോലെ തന്നെ ഈ 18നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 9 കേട്ടോ. അപ്പൊ മുകളിലും താഴെയും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് തന്നെ വേണം വെട്ടാൻ കേട്ടോ. മുകളിൽ 2 കൊണ്ടാണ് വെട്ടിയതെങ്കിൽ താഴെ കിടക്കുന്ന സംഖ്യനെ നമ്മൾ 2 കൊണ്ടേ വെട്ടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ക്യാൻസലേഷൻ പഠിച്ചതല്ലേ? വെട്ടിക്കുറയ്ക്കാൻ പഠിച്ചതല്ലേ?
6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ? ഇനി നോക്കിയേ, ഈ 80 മുകളിൽ കിടക്കുന്നത്. 80നെ നമുക്ക് 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 80നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏകദേശം എല്ലാവർക്കും അറിയാം 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 80 വരത്തില്ല അല്ലെ? 9 × 9 9 × 9 എന്ന് പറയുന്നത് 81 വരത്തുള്ളൂ. അപ്പൊ 9 × 9 അപ്പൊ 81 ആണ്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് 80 കിട്ടൂല. അപ്പൊ ഒരു കാരണവശാലും ഈ പറയുന്ന 80നെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് നോക്കാം. എത്രയാണ് 80നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടും നോക്കിയേ? 8 അല്ലെ? 8 × 9 എത്രയാ? 72. അപ്പൊ റിമൈൻഡർ എത്ര വരും? 8 വരും. അപ്പൊ നോക്കിയേ, റിമൈൻഡർ ഇവിടെ വരുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ വരുക. അതിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന ഇതിന്റെ ആൻസർ ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നാച്ചുറൽ നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് പറയാൻ പറ്റുമോ? നമ്പർ ഓഫ് സൈഡ്സ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ ആയിരിക്കണം എപ്പോഴും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതി വെക്കാം 1600 എന്ന് പറയുന്നത് ഒരു പോളിഗണിന്റെ സം ഓഫ് ദി ആംഗിൾ ആയിരിക്കത്തില്ല. ക്ലിയർ ആയോ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ചെയ്തത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചോ, സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 1600 ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ കിടക്കുന്നത്. അപ്പോ n-2 × 180 ഡിഗ്രി എന്ന് പറയുന്നത് 1600 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. n-2 എന്ന് പറയുന്നത് എന്താണ്? 1600 ഡിവൈഡഡ് ബൈ 180. അപ്പൊ നമുക്ക് ഈ പറയുന്ന 1600നെ 180 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. റിമൈൻഡർ ഉണ്ട്. ശിഷ്ടം കിട്ടിയില്ലെങ്കിലല്ലേ നമുക്ക് നാച്ചുറൽ നമ്പർ ആന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുള്ളൂ n-2ന്റെ വാല്യൂ. അപ്പോ അത് നമുക്ക് ഒരു ശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിശേഷം ഹരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ. അപ്പൊ എന്ത് പറയാൻ പറ്റും? then here n is not a natural number. n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ സം ഓഫ് ദി ആംഗിൾസ് 1600 ഡിഗ്രി ആകത്തില്ല. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഹൗ അബൌട്ട്. അപ്പൊ നിങ്ങൾ ചെയ്തു വെച്ചേക്കണ ഇത്രയല്ലേ? ഇത്രയും ചെയ്തായിരുന്നോ ആരെങ്കിലും? ചെയ്തായിരുന്നു ടീച്ചർ. ചെയ്യാത്തവർ ഇത്രയും അങ്ങ് എഴുതിയെടുത്തേ. സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു എഴുതിയെടുത്തോ? ഇത് റൈറ്റ് സൈഡിലേക്ക് കിടക്കട്ടെ കേട്ടോ. ഈ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഇത്രയും ക്രിയകള് റൈറ്റ് സൈഡിലേക്ക് കിടക്കട്ടെ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു ടീച്ചർ. ഇനി എന്റെ തൊട്ട് താഴെ എഴുതി വെച്ചോ. ഹിയർ n is not a natural number. Here n is not a natural number.
എഴുതിയോ? ഇത്ര എഴുതിയോ? എഴുതി ടീച്ചർ. ഇനി അടുത്ത സെന്റൻസ് എഴുതിക്കോ. സോ the sum of the sum of the angles of any polygon is not 1600 degree. So sum of the angles of any polygon is not 1600 degree. എഴുതിയോ? എഴുതി ടീച്ചർ. ഇനി അടുത്തത് ഹൗ അബൌട്ട് 900? ആ ക്വസ്റ്റിന്റെയും കൂടെ ആൻസർ നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ അവിടെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു 900. സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു രണ്ടാമത്തെ പാർട്ടാ ചെയ്യുന്നത് കേട്ടോ. ഹൗ അബൌട്ട് 900 എന്നുള്ളതാണ് ചെയ്യുന്നത്. 1600 സം ഓഫ് ദി ആംഗിൾസ് വരില്ല എന്ന് നമ്മള് പറഞ്ഞു. ഇനി സം ഓഫ് ദി ആംഗിൾസ് 900 എടുക്കുവാണ്. ബാക്കി സ്റ്റെപ്പ് താഴത്തോട്ട് ചെയ്തേ എല്ലാവരും. ഇനി സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു 900. ഇത്ര എഴുതിയെടുത്തോ എല്ലാവരും? ഇനി ബാക്കി ചെയ്തേ. ആൻജോ, ടീച്ചർ. ആൻസർ കിട്ടി കഴിയുമ്പോ ഒന്ന് പറയണം കേട്ടോ. ടീച്ചർ. ഓക്കെ. ടീച്ചർ ആൻസർ കിട്ടിയോ? എല്ലാരും ഒന്ന് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ എന്നെങ്ങനെയാ നാസറി നമ്പർ ആണോ കിട്ടിയേക്കുന്നത്? അതെ ടീച്ചർ.
അഞ്ചോ സ്റ്റെപ്പ് കിട്ടി? എത്രയും കിട്ടിയോ അഞ്ചോ? യെസ് ടീച്ചർ. ലാസ്റ്റ് n-2 ഈസ് ഈക്വൽ ടു എത്രയാ കിട്ടിയേ? 5 + 2 7. 5. അപ്പൊ n ഈസ് ഈക്വൽ ടു 5 + 2 ഈസ് ഈക്വൽ ടു 7. കറക്റ്റ് ആണ് കേട്ടോ. ഗുഡ്. അപ്പൊ n ഈസ് ഈക്വൽ ടു 5 + 2 ഈസ് ഈക്വൽ ടു 7. ഇതാണോ എല്ലാവർക്കും ആൻസർ കിട്ടിയത്? അതെ ടീച്ചർ. ഓക്കെ, കറക്റ്റ് കറക്റ്റ്. അപ്പൊ അവിടെ എഴുതി വെച്ചോ, നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 7 എഴുതി വെക്കും. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 7. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 7. ദേവനന്ദക്ക് കിട്ടിയായിരുന്നു ആൻസർ? ഇല്ല ടീച്ചർ, എനിക്ക് ഹരിക്കുന്ന അത് മെത്തേഡ് മനസ്സിലായത്, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഒന്നൂടെ പറയാം കേട്ടോ. ഓക്കെ ടീച്ചർ. എഴുതി കഴിഞ്ഞോ എല്ലാവരും? കഴിഞ്ഞു ടീച്ചർ. ഇനി നമുക്ക് ഡിവിഷൻ ഒന്ന് നോക്കാം പിള്ളേരെ. ഡിവിഷന് നിങ്ങൾ എപ്പോഴും വലിയ സംഖ്യനെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പാടല്ലേ. 900 ഡിവൈഡഡ് ബൈ 180. ആദ്യം ഏതാ വെട്ടിക്കളയുന്നേ? ആദ്യം ഏതാ ക്യാൻസൽ ആക്കി കളയുന്നേ? സീറോയും ക്യാൻസൽ ആക്കി കളയുക. ഇപ്പൊ ഇവിടെ താഴെ ഒരു സീറോയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് മുകളിൽ നിന്ന് നമുക്ക് ഒരു സീറോയെ നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കിടക്കുന്ന നമ്പേഴ്സ് നോക്കുക. 90, ഇവിടെ 18 ആ കിടക്കുന്നത് അല്ലെ. 90 ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ ആണോ 90? അതെ അതെ. 18 ഈവൻ നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈവൻ നമ്പേഴ്സ് വന്നാൽ അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചേക്കുന്നേ? 2 കൊണ്ട്. അപ്പൊ 90നെ നമ്മൾ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അത് വേണമെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്തു നോക്കാം. 90 ഡിവൈഡഡ് ബൈ 2 എത്രയാന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 90യുടെ ഹാഫാണ്. 90യുടെ പകുതിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ 90യുടെ പകുതി എത്രയാന്ന് എഴുതിയാൽ മതി. എപ്പോഴും ഈ ഹാഫ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാഫാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. തന്നിരിക്കുന്ന നമ്പറിന്റെ ഹാഫ്. അപ്പൊ 90യുടെ ഹാഫ് എത്രയാന്ന് പറഞ്ഞേ? 100ന്റെ പകുതി എത്രയാ? 45. കണ്ടോ, ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്നില്ലേ? 45. ദേവനന്ദ ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ. ഇനി 18ന്റെ പകുതി. 18 നമ്മൾ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരും ആൻസർ? 9. ഇനി നമുക്ക് 45ഉം 9ഉം വരുന്നത്. അപ്പൊ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 45 വരുന്നുണ്ടോന്ന് നോക്കിയേ. 9 into 5 അല്ലെ. അപ്പൊ 9ഉം നമുക്ക് 45ഉം കൂടെ വെട്ടി കഴിയുമ്പോ ഇവിടെ 5 എന്ന് എഴുതാം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മള് 9നെ 45നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മള് വലിയ സംഖ്യയുടെ മുകളിലാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എഴുതാവുള്ളൂ കേട്ടോ. 9ന്റെ ഇവിടെ എഴുതി വെച്ചേക്കല്ല. 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യയുടെ മുകളിലാണ് നമ്മൾ 5 എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഉണ്ടോ? n-2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പൊ n ഈസ് ഈക്വൽ ടു 5 + 2 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്യാൻസലേഷൻ മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തൊന്ന് മനസ്സിലാക്കണം. ക്യാൻസൽ ചെയ്യാനുള്ള 1-2 ഹോംവർക്ക് അങ്ങ് എഴുതിയെടുത്തു. ക്യാൻസൽ ചെയ്യാൻ മാത്രം കേട്ടോ. ഒന്നും അല്ല, ചുമ്മാ വെട്ടി കുറച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. ഒന്നാമത്തത് എഴുതിക്കോ. 1980 ഡിവൈഡഡ് ബൈ 180. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയോ? Then second question. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3240
divided by 180. 80. ഈ രണ്ടെണ്ണം ഒന്ന് വെട്ടി കുറച്ച് നോക്കണം കേട്ടോ, ഉണ്ടോന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. ടീച്ചറെ ക്യാമറ നോക്കി പിടിക്കാമോ? ടീച്ചറെ ലാസ്റ്റ് നമ്പർ കാണാൻ പറ്റുന്നില്ല. 755 divided by 25. ഓക്കെ ടീച്ചർ. ഇത്രയും നിങ്ങൾക്ക് നമ്മുടെ പോർഷനിൽ ഉള്ളതല്ല കേട്ടോ, പാഠത്തിലുള്ളതല്ല. നമുക്കൊന്ന് വെട്ടിക്കുറയ്ക്കാൻ ക്യാൻസലേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ടീച്ചർ ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ചെയ്ത് പഠിക്കണം എല്ലാവരും. അവസാനം ചിലപ്പോ നമുക്ക് ക്യാൻസൽ ചെയ്യാത്ത രീതിയിലേക്ക് വരും, അപ്പൊ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ ചെറിയ സംഖ്യ ആയിരിക്കും, ചെറിയ സംഖ്യനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് ഫസ്റ്റ് നിങ്ങൾ ഏതുകൊണ്ടാ ക്യാൻസലേഷൻ ആരംഭിക്കുന്നത്? വെട്ടിക്കുറയ്ക്കുന്ന ഏതുകൊണ്ടാ? 5. 5. അത് ഓർത്തോണം. നമുക്ക് രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ രണ്ട് സംഖ്യയുടെയും വൺസ് പ്ലേസിൽ 5 ആണ് വന്നതെങ്കിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇനി 0യും 5 ആണെങ്കിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ മുകളിൽ 0യും താഴെ 5 ആണെങ്കിലും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ 0യും മുകളിൽ 5 ആണെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പൊ വൺസ് പ്ലേസിൽ 0യോ 5ഓ വന്നാൽ നമുക്ക് ആ നമ്പറിനെ 5 കൊണ്ട് ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കും. ഇനി ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ ഇത്രയും കാര്യം? ഞാൻ പറഞ്ഞ 2 പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഇനി ഒരു അവിടെ പറയാം. 324. ഇതിന്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് ഒന്ന് പറഞ്ഞേ. സം ഓഫ് ദി, അതായത് ഇതിൽ കിടക്കുന്ന ഡിജിറ്റ്സ് 3 ആണ്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 3 + 2 + 4 എത്രയാണ്? 3 + 2 + 4 എത്രയാണ്? 9. അപ്പൊ ഇങ്ങനെ നമുക്ക് സം ഓഫ് ദി ഡിജിറ്റ്സ് കിട്ടുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഈ നമ്പറിനെ 3 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നുകൂടെ പറയാം. നമുക്കൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന്റെ സം ഓഫ് ദി ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവിഷൻ നടക്കും. ആ ഒരു പോയിന്റോടെ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത് നോക്കി 755. ഇതിന്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് ഒന്ന് പറഞ്ഞേ. എത്രയായിരിക്കും സം ഓഫ് ദി ഡിജിറ്റ്സ്? 17. 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല, അതായത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് 17 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ പറയുന്ന 755 എന്ന് പറയുന്ന ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവിഷൻ നടക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. റിമൈൻഡർ വരും എന്നാണ് കേട്ടോ. ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരും, ഏതെങ്കിലും ഒരു നമ്പർ റിമൈൻഡർ വരും. പക്ഷെ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും, അതായത് കംപ്ലീറ്റ് ഡിവിഷൻ നടക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? 3 പോയിന്റ്സ് ആണ് ടീച്ചർ പറഞ്ഞത്. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 0യോ 5ഓ വന്നതെങ്കിൽ അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ് ഒരു നമ്പറിലെ സം ഓഫ് ദി ഡിജിറ്റ്സ് എങ്കിൽ അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഈ 3 റൂൾസ് എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6-ലാണോ 7-ലാണോ? അത് നിങ്ങൾ ഓർക്കണ്ട. ഇപ്പൊ ദേ ഇങ്ങനെ ഈ മെത്തേഡ്സ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം എങ്ങനെയാന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ നമ്മൾ 3 പ്രോബ്ലം ചെയ്തോളൂ. നമ്മുടെ സമയവും തീരാറായില്ലേ. ഇനി 4th പ്രോബ്ലോട് ചെയ്തിട്ട് നമുക്ക് നിർത്താം. 4th പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. 4th പ്രോബ്ലം. All the angles of a 20-sided polygon are the same. How much is each എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ കയ്യില് ഒരു 20-sided പോളിഗൺ ഉണ്ട്. ആ പോളിഗണിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിളും എത്ര വീതം വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്നാ കണ്ടുപിടിക്കേണ്ടത്? 20-sided പോളിഗണിന് എത്ര ആംഗിൾസ് കാണും? നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 20. നമ്പർ ഓഫ് ആംഗിൾസ് ഈക്വൽ ടു എത്രയായിരിക്കും? 20. 20. അപ്പൊ എത്ര സൈഡ് ഉണ്ടോ അത്രയും ആംഗിൾസും കാണും കേട്ടോ നമ്മുടെ പോളിഗണിന്. അപ്പൊ എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതുവാണോ? അല്ലെങ്കിൽ ശ്രദ്ധിച്ചാ മതി, ഞാൻ നോട്ട് ഇട്ടേക്കാം കേട്ടോ. ശ്രദ്ധിച്ചോ. നമ്പർ ഓഫ് സൈഡ് n is equal to 20. Number of angles equal to 20. ഇനി സം ഓഫ് ആംഗിൾസ് നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. n-2 into 180 ഡിഗ്രി ആണ് സം ഓഫ് ദി ആംഗിൾസിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിന്റെ വില എത്രയാ ഇവിടെ കിടക്കുന്നത്? 20 ആണ്. അപ്പൊ 20 - 2 into 180 ഡിഗ്രി. 20-ൽ നിന്ന് 2 പോകുമ്പോ എത്ര കിട്ടുന്നത്? 18. 18 into 180 ഡിഗ്രി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 18 into 180 എന്ന് പറഞ്ഞാൽ 18 into 18 എത്രയാണോ നമ്മൾ പഠിച്ചു വെച്ചേക്കണേ? 18 into 18 324. അപ്പൊ നമ്മുടെ ആൻസർ 0യും കൂടെ ചേർത്ത് കഴിയുമ്പോ 3240 എന്ന് നമ്മുടെ ആൻസർ കിട്ടി. സം ഓഫ് ദി ആംഗിൾസ്. ഇനി എങ്ങനെയാ? 1 ആംഗിൾ ഈക്വൽ ടു 1 ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ ആംഗിൾസ് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ കയ്യിൽ 20 ആംഗിൾസ് ഉണ്ട്. 20 ആംഗിൾസ് ഈക്വൽ ആണ്. 20 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 3240 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? 3240 by 20. 3240 by 20. അതായത് നമുക്ക് മൊത്തം ടോട്ടൽ സം ഓഫ് ദി ആംഗിൾസ്, ടോട്ടൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 3240 ആണ്. നമ്മുടെ കയ്യിൽ 20 ആംഗിൾസ് 20 ആംഗിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സമ്മിനെ നമ്പർ ഓഫ് ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 3240 ഡിവൈഡഡ് ബൈ 20. ഇതൊന്ന് റഫ് ആയിട്ട് ചെയ്തതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറയാമോ? എത്ര വരുമെന്ന്? ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ടും ഈവൻ നമ്പേഴ്സ്. അപ്പൊ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേ. എത്ര വരും ആൻസർ? ഓക്കെ 162 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഒരു ആംഗിൾ എത്രയാണ്? 162 ഡിഗ്രി ആണ് കിട്ടും. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. നമ്മളോട് നമ്പർ ഓഫ് സൈഡ്സ് 20 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് സൈഡ്സ് 20 ആണെങ്കിൽ ആ പോളിഗണിന് 20 ആംഗിൾസ് കാണും. 20 ആംഗിൾസ് തന്നെ കാണും. അപ്പൊ നമുക്ക് സം ഓഫ് ദി ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു n-2 into 180 ഡിഗ്രി ആണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 20 കൊടുക്കാം. 20 - 2 into 180 ഡിഗ്രി. 20-ൽ നിന്ന് 2 സബ്സ്ട്രാക്ഷൻ നടത്തുമ്പോ 18 into 180. അപ്പൊ നമുക്ക് 3240 ഡിഗ്രി എന്ന് കിട്ടി സം ഓഫ് ദി ആംഗിൾസ്. ഇനി നമുക്ക് ആ പോളിഗണിന്റെ ഒരു ആംഗിൾ എത്രയാണെന്നാ കണ്ടുപിടിക്കുന്നത്. എല്ലാ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ദി ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ്. അപ്പോ 3240 by 20. അപ്പൊ നമുക്ക് എത്ര വരും ആൻസർ? 162 ഡിഗ്രി. 162 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയോ? ടീച്ചർ. അപ്പൊ 5ാമത്തെ പ്രോബ്ലം ഹോംവർക്ക്
കേട്ടോ. അഞ്ചാമത്തെ പ്രോബ്ലം ഹോംവർക്ക് ചെയ്യുക. ഇത്രയും പ്രോബ്ലത്തിന്റെ നോട്ട് പീസിൽ ഇട്ടേക്കാം. ഇനി എക്സാം എഴുതി അയക്കാത്ത കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ എല്ലാവരും എക്സാം എഴുതി അയക്കണം കേട്ടോ. ഇന്ന് തന്നെ എക്സാം എഴുതി അയക്കുക. അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു.